നോബൽ വാരിക്കാരൻ വിവരങ്ങളുമായി ഒപ്പം തന്നെ റോഷിബാലുമുണ്ട്. ആദ്യം നോബലിലേക്കാണ്. നോബൽ, UDF-ന്റെ യോഗത്തിൽ പ്രധാനപ്പെട്ട ആലോചനകൾ നടക്കും. മുന്നണി വിപുലീകരണം എന്നുള്ളത് വളരെ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അതിനുള്ള ആത്മവിശ്വാസം കൂട്ടിയിരിക്കുന്നു. നേരത്തെ ഞങ്ങൾ എങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞവർ ഒരുപക്ഷെ വന്നേക്കും എന്നുള്ള സാധ്യത നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കാര്യത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അമ്പേ പരാജയമായിരുന്നുവെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ കൂടി ഉണ്ടാകുമ്പോഴുള്ള സാധ്യത വളരെ വിശാലമായ സാധ്യതകളാണ്. നേരത്തെ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുപിടിക്കാനുള്ള വലിയ അവസരമാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് ചർച്ചകൾ നീങ്ങുമോ? കോൺഗ്രസിൽ നിന്നും അങ്ങോട്ടൊരു മുൻകൈ എടുക്കൽ ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാകില്ല എന്നൊക്കെയാണ് പുറത്തു പറയുന്നതെങ്കിൽ കൂടി. സ്മൃതി, UDF-ന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ചർച്ചകളാണ് 22-ാം തീയതി, അതായത് തിങ്കളാഴ്ച കൊച്ചിയിൽ നടക്കാൻ പോകുന്നത്. UDF-ന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശ് ഇപ്പോൾ പറയുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുന്നണി വികസനം എന്ന് പറയുമ്പോൾ ജോസ് കെ മാണി, PV അൻവർ അടക്കമുള്ള ആളുകൾ UDF-ന്റെ ഭാഗമാകുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ കാര്യത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ജോസ് കെ മാണിയെ UDF-ൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ അനൗപചാരികമായി പോലും ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ജോസ് കെ മാണി എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്താണെങ്കിലും UDF കൺവീനർ വ്യക്തമാക്കും താൻ നേരത്തെ തന്നെ ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ അന്തിമ തീരുമാനം മുന്നണി യോഗം ചേർന്ന് എടുക്കും. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം യോഗം ചേർന്നുകൊണ്ടായിരിക്കും ഈ തീരുമാനം എടുക്കാൻ പോകുന്നത്. അതിനുവേണ്ട വിശദമായ ചർച്ച തന്നെ തിങ്കളാഴ്ച കൊച്ചിയിൽ ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്നു. ജോസ് കെ മാണിയുമായി താൻ അനൗപചാരികമായി ഒന്നും ചർച്ച ചെയ്തിട്ടില്ല എന്ന് അടൂർ പ്രകാശ് പറയുമ്പോഴും ജോസ് കെ മാണിയെ മുൻപ് താൻ സ്വാഗതം ചെയ്തിരുന്നു എന്ന് സത്യമാണ് എന്ന് അദ്ദേഹം സമ്മതിക്കൂടി ചെയ്യുന്നുണ്ട് എന്ന് പ്രധാനപ്പെട്ടതാണ്. ഏതാണെങ്കിലും ജോസ് കെ മാണി കൂടി UDF-ന്റെ ഭാഗമായി കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് UDF കൺവീനർ പങ്കുവയ്ക്കുന്നത്. ഒപ്പം CPI കൂടി അദ്ദേഹം ക്ഷണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് CPI ഇപ്പോൾ ഈ PMC അടക്കമുള്ള വിഷയങ്ങളിൽ എടുത്തിരിക്കുന്ന നിലപാട് ഉള്ള പശ്ചാത്തലത്തിൽ CPI-ക്കും UDF-ന്റെ ഭാഗമാകാം എന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കുന്നു. പല CPI നേതാക്കളും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ്, പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസുമായി സഹകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കൂടുതൽ ആൾക്ക് വരാം, ഒപ്പം പാർട്ടിക്കും വരാം എന്ന നിലപാട് കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അസോസിയേറ്റ് മെമ്പർമാരുടെ കാര്യത്തിലാണ്. നേരത്തെ PV അൻവർ UDF-ന്റെ അസോസിയേറ്റ് മെമ്പർ ആകുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടായിരുന്നു. പല ആളുകളും ഈ തെരഞ്ഞെടുപ്പ് അസോസിയേറ്റ് മെമ്പർമാരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ആളുകൾക്ക് കൃത്യമായി തന്നെ അറിയാം അവരെ മുന്നണിയുടെ ഭാഗമാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ തീരുമാനം ഉണ്ടാകും എന്നാണ് നമുക്ക് കൂടി മുന്നണിയുടെ ഭാഗമാക്കിയേക്കും LDF നിലവിൽ ചെയ്തിരിക്കുന്നത്. അതേ രൂപത്തിൽ UDF-ഉം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ്. റോഷിബാൽ, ഇപ്പോൾ UDF യോഗം ചേരുമ്പോൾ മുന്നണി വിപുലീകരണം പ്രധാനമായും ചർച്ചയ്ക്ക് വയ്ക്കുകയാണ്. അതിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി ബന്ധപ്പെട്ട് നേരത്തെ കോൺഗ്രസിൽ തന്നെ കോൺഗ്രസും മാണി വിഭാഗം നേതാക്കളും തമ്മിൽ അവിടെ പ്രാദേശികമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെയാണല്ലോ പിന്നീട് അവരുടെ LDF-ലേക്ക് അടുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയത്. ഇപ്പോൾ ആ സാഹചര്യം മാറിയോ? ഇപ്പോൾ കോൺഗ്രസ് ഒറ്റക്കെട്ടായി തലപ്പത്ത് മാത്രം തീരുമാനമെടുത്താൽ പോരാ. പ്രത്യേകിച്ച് കോട്ടയം പോലുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് അവിടെ കോൺഗ്രസ് ചിന്തിക്കുന്നതെന്നും പ്രധാനമാണല്ലോ. ആ നിലയ്ക്ക് കോൺഗ്രസിലൊരു ഐക്യം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ റോഷിബാൽ? സുജി, അങ്ങനെയാണ്. കോൺഗ്രസിനകത്ത് ഇക്കാര്യത്തിൽ ഒറ്റ അഭിപ്രായമാണ്. മുന്നണി വിപുലീകരിക്കണം, മുന്നണിയുടെ അടിത്തറ ശക്തിപ്പെടുത്തണം എന്ന അഭിപ്രായം കോൺഗ്രസിനകത്തുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ മുന്നേറ്റം, ആ മുന്നേറ്റം അത് നിലനിർത്തണം. രാഷ്ട്രീയമായി സർക്കാരിനെതിരെയുള്ള വലിയ പ്രചാരണ പരിപാടികളടക്കം ആലോചിക്കുന്നുണ്ട്. അതിനൊപ്പമാണ് മുന്നണി വിപുലീകരിക്കാനുള്ള, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ അത് എറണാകുളം മുതൽ അങ്ങോട്ട് പത്തനംതിട്ട വരെയുള്ള മേഖലകളിൽ കൂടുതൽ സീറ്റുകൾ നേടണമെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടി ഒപ്പം ഉണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം നേതാക്കളും ഉള്ളത്. മുസ്ലിം ലീഗിലും അതേ അഭിപ്രായമുണ്ട്.